രാവിലെ തന്നെ ഒരു അത്തറമെന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഈ ഒരു അത്തറ് ദേഹത്ത് പരട്ടി കൊടുത്ത ലേശം പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദുവ നീച്ച് വന്നത്. അപ്പോൾ ദുവാനിലെ കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ച് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നേരെ വിട്ടു ഞങ്ങൾ ഇക്കാക്കയുടെ വീട്ടിലേക്ക് കേട്ടോ. ഇക്കാടെ വീടിൻ്റെ ഫുള്ള് ഉള്ളിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറം കിടക്കുന്നത് ഈ ഒരു കോലത്തിലായിരുന്നു കേട്ടോ. ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു ഇത് നേരാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് അതിനൊരു ഒഴിവ് കിട്ടിയത്. ഞാനും ഇപ്പോഴാണ് കേട്ടോ രാവിലെ പോകുന്നത്. ഞങ്ങളെ തൊട്ട അയൽവാസിയാണ് അവിടെ പണിക്കായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓനെ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. പ്ലംബിങ്ങിൻ്റെ പണിക്കാർ രാത്രി പണിതതാവുകൊണ്ട് ഈ പൈപ്പിൻ്റെ ഉള്ളൊന്നും ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ വിചാരം ഇപ്പം ഇക്കാക്കി വരുമ്പോഴത്തേന് ഓലത്തുനിന്ന് ക്രെഡിറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് 4 അക്കുത്തി കുത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു. എങ്ങനെ വെറും ഒരു എംസാൻ്റെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നിന്ന് ഇപ്പാനും കാത്ത് നിന്നിട്ട് കിണറ്റിലൊക്കെ ഒന്ന് എത്തി നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് മുറ്റൊക്കെ അടിച്ചവർ പിന്നെ എവിടെയാണ് തിരുമ്പിയത് ഉണക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉണക്കുക മീൻസ് കയർ എവിടെ കിട്ടുക എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടന്നിങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് പിന്നെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മിഠായിയൊക്കെ കൊടുന്നു. അപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമാധാനമായി. പിന്നെ കാര്യസ്ഥ പണി ഇപ്പം കേട്ടോ. അപ്പം ഞാൻ കാക്കാനും ലേശം മിച്ചറും എൻ്റെ പറഞ്ഞു. വീട്ടിൽ നിന്ന് നമ്മൾ സൈനുവിനുള്ള ചായയും കടിയും കൊണ്ടിട്ടുണ്ടായിരുന്നു. പുട്ടും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാനും മിച്ചറും എൻ്റെ അമ്മനപ്പോൾ കക മിച്ചറും ഒന്നും ഞാൻ ആ കട്ടൻ ചായയും മിച്ചറൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇജ്ജ് എന്തിനാണ് വന്നിക്കണെന്നൊക്കെ ചോദിച്ചിട്ട് 4 ചീത്ത. അപ്പോൾ വേഗം അതൊക്കെ അവിടെ വെച്ചിട്ട് എളുപ്പം പഴത്ത് പോയി. അവിടെ ചെന്നാക്കുമ്പോൾ ഇപ്പം കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആകെ മണലും ഇതൊക്കെ മെറ്റലൊക്കെ കൂടെ മിക്സാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ പിന്നെ ഓല് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതിനുള്ളത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം കാര്യസ്ഥപ്പണിക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങിട്ടോ. അതെ പണി എന്താണ് പണിയില്ല അറിയില്ലല്ലേ ജി ഒഴിവില്ലാത്ത കടയുള്ളൂ. അങ്ങനെ അപ്പോൾ ആരോ സൈനുവിനെ അന്വേഷിച്ച് വരട്ടെ അവനക്ക് ഒഴിവില്ല എന്നാട്ടോ പറയുന്നത്. അത് എന്നോട് ആദ്യം തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആയപ്പോൾ ഇപ്പാക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാക്ക പറഞ്ഞു ഇതിന്ന് സ്കൂട്ടി എടുത്ത് പോയിട്ട് വന്ന് ചായ പെരെ പോയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു ഈസി കുക്ക് ഉണ്ടല്ലോ, നമുക്കത് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത സൈസാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാനൊന്ന് നോക്കി നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി. ഞാൻ അതിമ്മ ഉപ്പാക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം എനിക്ക് അടിപൊളി ചായ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അത്രയ്ക്ക് പൊടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉപ്പാക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ മിച്ചറും ചായക്ക് ഓൽക്ക് കൊടുത്ത് ഞാൻ അതൊക്കെ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അതങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അത് എടുത്ത ദൈവം എടുത്തോട്ട് തന്നെ വെച്ചിട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെ